ഞങ്ങള് പോവും, ഞങ്ങൾക്ക് പോയേ പറ്റൂ. ആ നിങ്ങൾ പോകും, പക്ഷേ തിരിച്ച് ഈ കളരിക്കൽ കുടുംബത്തിലേക്ക് കേറാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പൊയ്ക്കൊള്ളണം, അത്രയേ ഉള്ളൂ. എടി എന്തായാലും നമ്മൾ നല്ലൊരു കാര്യത്തിന് വേണ്ടിയില്ലേ പോകുന്നത്? നല്ല കാര്യത്തിനാ. നമ്മള് പോകുന്നത് വിവാഹ വാർഷികം കുളമാക്കാൻ വേണ്ടിയല്ലേ? അങ്ങനെ കൊളാവുന്നെങ്കിൽ അത് നമുക്ക് വലിയ കാര്യമില്ലേ? ആ അങ്ങനെ. പിന്നെ രണ്ടുപേരോട് ഞാൻ ഒരു കാര്യം പറയാം. സിതാരയുടെ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാ ഒരു നിമിഷം പോലും നമ്മുടെ കണ്ണടഞ്ഞു പോകരുത്. അതെന്തിനാ കണ്ണ് തുറന്നു പിടിച്ചു നിൽക്കുന്നേ? ഓ എന്റെ നിർമ്മലേ, നമുക്ക് ഭാഗ്യമുണ്ടെങ്കിൽ ഈ രണ്ട് ഗാഥ ഇല്ലേ, രണ്ട് ഗാഥ, ഈ രണ്ട് ഗാഥമാരും സിതാരയുടെ വീട്ടിലുണ്ടാവും. അങ്ങനെ എന്റെ മനസ്സ് പറയുന്നു. ഇനി അങ്ങനെ ഒരു സാധ്യത നമുക്ക് തോന്നിയ രണ്ടെണ്ണത്തിനെയും കൈയോടെ പിടിച്ച് നേരെ നവീന്റെ മുമ്പ് കൊണ്ടങ്ങ് നിർത്തി കൊടുക്കണം. അതോടെ എന്തായിരിക്കും സംഭവിക്കാൻ പോകുന്നത്? എന്ത് സംഭവിക്കാനാ? നവീൻ സ്നേഹിക്കുന്ന യഥാർത്ഥ ഗാഥ ആരാണെന്ന് നവീൻ തിരിച്ചറിയും. അവരൊരുമിച്ച് ജീവിക്കുകയും ചെയ്യും. കൊണ്ട് കളഞ്ഞ്. നിർമ്മലെ, ഇവളെന്തോന്നാ ഈ പറയുന്നത്? തന്നെ ഒരു കൂട്ടർ ഇത്രയും ചതിച്ചെന്ന് അവന് ബോധ്യമായ പിന്നെ നവീൻ ആ ഭാഗത്ത് നിൽക്കോ? കിട്ടിയ വണ്ടി എടുത്തോണ്ട് അപ്പ സ്ഥലം കാലിയാക്കില്ലേ? സിതാരയ്ക്കോ അവളുടെ മോൾക്കോ നവീനെ ഒന്ന് അടക്കി നിർത്താൻ പോലും പറ്റില്ല. ഉദയേട്ടൻ പറയുന്നത് നവീൻ പ്രശ്നം ഉണ്ടാക്കിയാല് ആരെ കൊണ്ട് തടയാൻ പറ്റില്ല. അത് മാത്രമല്ല, ഇത്രയും നാളും തന്നെ വഞ്ചിച്ച ഗാഥ ഒരിക്കലും നവീൻ കൂടെ കൂട്ടില്ല. അമ്മേ, എന്നാ അവര് നിർബന്ധിക്കില്ലേ ആ സിത്താര മേഡം? ഓ കണ്ടു ഉദയേട്ടാ, ഇവളുടെ മനസ്സിൽ ഇപ്പോഴും പേടി കിടക്കുന്നുണ്ടാ. അതുകൊണ്ടല്ലേ ഇങ്ങനത്തെ ചോദ്യങ്ങളൊക്കെ ചോദിക്കുന്നേ. എടി മോളെ, സിത്താരെ പേടിച്ച് തീരുമാനങ്ങളൊക്കെ മാറ്റുന്ന ആളുകളൊക്കെ ഉണ്ടായിരിക്കും. പക്ഷേ ഇത് കളരിക്കൽ നവീന. അവനവിടെ അങ്ങനെ ആലോചിച്ച് നിൽക്കൊന്നുമില്ല. അതിനൊരു കാര്യമില്ല. എടി മോളെ, ഞങ്ങള് നിന്നെ പറഞ്ഞു മോഹിപ്പിക്കുന്നൊന്നുമല്ല. എല്ലാ തവണയും ഓരോ കാര്യങ്ങൾക്ക് ഇറങ്ങി പുറപ്പെടുമ്പോ നീ മനസ്സുകൊണ്ട് ഒരുങ്ങിക്കോ, നവീൻ ഇനി മുതൽ നിനക്കുള്ളതാണെന്നല്ലേ ഞങ്ങൾ പറയാറ്. ദേ ഇപ്രാവശ്യം അങ്ങനെ പറയുന്നില്ല. പറയാത്തോണ്ടായിരിക്കും ചെലപ്പോ ഇത് നടക്കാൻ പോകുന്നത്, അല്ലേ ഉദേട്ടാ? അതെ, കീർത്തി മോള് നവീന്റെ ജീവിതത്തിൽ എത്തുന്നതൊക്കെ നമുക്ക് പിന്നെ ചർച്ച ചെയ്യാം. ആദ്യം ആ ഒരു കള്ളിയുണ്ട് ഗാഥ, അത് നവീന്റെ മനസ്സിനെടുത്ത് മാറ്റിവെക്കണം. ഇന്നത്തെ വിവാഹ വാർഷികം അതിനുള്ളതാകട്ടെ. അങ്ങനെ തന്നെ പറയണം. നമ്മള് മൂന്നുപേരും കൂടി ഒന്ന് ആത്മാർത്ഥമായിട്ട് ശ്രമിച്ച ഈ വിവാഹ വാർഷിക ദിനത്തിൽ തന്നെ ഇതിനൊരു കൊട്ടിക്കലാശവും നമുക്കുണ്ടാക്കാം. ഞാൻ ഏറ്റു. എന്നാ പിന്നെ വാടി മോളെ. നന്ദ, എല്ലാ ചടങ്ങുകളിലും പങ്കെടുക്കുന്നത് കൃഷ്ണമോള് തന്നെയാണെന്ന് നിനക്ക് ഉറപ്പ് വേണം കേട്ടോ. ഞാനത് ശ്രദ്ധിച്ചോളാമേ. ഒരു കാരണവശാലും കൃഷ്ണയ്ക്ക് പകരം ഗാഥയെ നവീനോടൊപ്പം അയക്കാൻ സിത്താരയ്ക്ക് ഇടം കൊടുക്കരുത്. എന്റെ നോട്ടം അത് മാത്രമായിരിക്കും. മക്കളെ, നന്ദേട്ടാ, നമുക്ക് ഇറങ്ങിയാലോ? ഞാൻ റെഡിയാ. മുത്തശ്ശി, ഞാൻ പോയിട്ട് വരാവേ. പോയി വരും മോളെ. എല്ലാം നന്നായി വരട്ടെ. മോളോട് മുത്തശ്ശി പറഞ്ഞ കാര്യങ്ങൾ ഓർമ്മയുണ്ടല്ലോ? അതാ മുത്തശ്ശി, ഗാഥയ്ക്ക് മാത്രമായിട്ട് ചില പ്രത്യേക കാര്യങ്ങള്. എന്റെ മുന്നു സാറേ, അതിലൊന്നും ഇടപെടണ്ടെന്നേ. ഈ പെണ്ണുങ്ങളോടും ആണുങ്ങളോടും മാത്രം പറയുന്ന ചില കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, അത് പരസ്പരം ചോദിക്കാൻ പാടില്ല. അതാണ് നിയമം, അല്ലേ മുത്തശ്ശി? ഈ പൊട്ടൻ ഇതെന്തൊക്കെയായി പറയുന്നേ? തനിക്ക് വേണ്ടത് കിട്ടിയല്ലോ അല്ലേ? കിട്ടി. എങ്കി പിന്നെ ഇറങ്ങാൻ നോക്കിക്കോളൂ. ശരി മുത്തശ്ശി. ആരും പോലെ ഞങ്ങളുണ്ട്. ആരും പോലെ ഞങ്ങളുണ്ട്. അല്ല, ഇത് എവിടേക്കാ നിങ്ങൾ മൂന്നുപേരും? ഇതെന്ത് ചോദ്യം അമ്മേ? നവീനും ഗാഥയും കൂടെ സിത്താരുടെ വീട്ടിലേക്ക് പോന്ന എന്തിനാ? അവരുടെ വെഡിങ് ആനിവേഴ്സറിക്കല്ലേ. അപ്പൊ പിന്നെ ഞങ്ങൾ എങ്ങോട്ടാ പോന്നേന്ന് എടുത്തു ചോദിക്കേണ്ട കാര്യമുണ്ടോ? എനിക്ക് സിത്താരയുടെ വീട്ടിൽ പോകാനൊന്നും ഒരു താല്പര്യമില്ലായിരുന്നു. പിന്നെ ഈ മോള് ഇവളെ കീർത്തി ഇത്രയും നേരം വരണമെന്ന് പറഞ്ഞു കിടന്ന് കരച്ചിലായിരുന്നു.
ദാ അവളുടെ മുഖത്ത് സൂക്ഷിച്ച് നോക്കിയാൽ കാണാം അവള് കരഞ്ഞ പാടുണ്ട്. നോക്ക് അമ്മ നോക്ക്. എന്തൊരു കഷ്ടമാണ്. ഇത്രയും നിഷ്കളങ്കമായ ഒരു കുഞ്ഞ് ഈ ലോകത്ത് വേറെ ഉണ്ടോ? ഉം. അപ്പോഴേ ഒരു കാര്യം ചെയ്യേ, ആൾക്കൂട്ടത്തിലേക്കൊന്നും ഈ കുഞ്ഞിനെ കൊണ്ടുപോണ്ട. അതുകൊണ്ട് നിങ്ങളും പോകണ്ട. പോവണ്ടെന്നോ? അതെങ്ങനെ ശരിയാവും? ഇത്രയും കാലം ഇവിടെ നടത്തിയ ഫംഗ്ഷനുകളിലൊക്കെ 3 പേരും കൂടി എന്താ ചെയ്തതെന്നൊക്കെ എനിക്ക് നന്നായിട്ടറിയാം. ഇനി അത് പറ്റില്ല. അതുകൊണ്ട് നിങ്ങൾ പോകണ്ട. അങ്ങനെ അമ്മ പറഞ്ഞ് ഞങ്ങൾ പോയിരിക്കോ? ഞങ്ങൾ പോവും. ഞങ്ങൾക്ക് പോയേ പറ്റൂ. ആ നിങ്ങൾ പോകും. പക്ഷേ തിരിച്ച് ഈ കളരിക്കൽ കുടുംബത്തിലേക്ക് കേറാൻ പറ്റില്ല. പോവുകയാണെങ്കിൽ എന്നേക്കുമായിട്ട് ഇവിടുന്ന് പൊയ്ക്കൊള്ളണം. അത്രയേ ഉള്ളൂ. അമ്മേ ഇങ്ങനെ വാശി കാണിക്കല്ലേ പ്ലീസ്. ശരി, ഈ നിൽക്കുന്നവരിൽ ആർക്കെങ്കിലും നിങ്ങൾ അവിടെ ചെല്ലുന്നതിൽ താല്പര്യമുണ്ടോന്ന് നമുക്ക് നോക്കാം. ഉണ്ടെങ്കിൽ നിങ്ങൾ പൊയ്ക്കോ. അതെ, ഈ വിവാഹ വാർഷികത്തിന് ഇവര് 3 പേരും പങ്കെടുക്കണമെന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും സത്യസന്ധമായിട്ട് തോന്നുന്നുണ്ടോ? കണ്ടു ഉദേട്ടാ, ആ ഒരാൾക്ക് പോലും തോന്നില്ലേ? അവരെല്ലാരും ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് അമ്മായി, അത്രയേ ഉള്ളൂ. അല്ലാതെ ഇതിന് മാത്രം കാര്യമായിട്ടൊന്നും ഇല്ലെന്നേ. ആ. നന്ദ, എന്നാ നിങ്ങൾ ഇറങ്ങാൻ നോക്കിക്കോ. മുത്തശ്ശി, ഞങ്ങൾ ഇത്രയൊക്കെ ഒരുങ്ങിയതല്ലേ മുത്തശ്ശി? ദേ, എനിക്ക് കാലിനൊട്ടും വയ്യ. അതുകൊണ്ടാ ഞാൻ ഇവരുടെ കൂടെ പോവാത്തത്. അമ്മ വരണ്ട. അമ്മ ഇവിടെ നിന്നാ മതി. അമ്മയും മോളും കൂടി ഒരു കാര്യം ചെയ്യേ, ആ ഡ്രസ്സൊക്കെ ഒന്ന് മാറ്റിയിട്ട് വന്നാലേ ഈ വീടിനകത്ത് കുറച്ച് പണിയുണ്ട്. ഞാൻ അതൊക്കെ ഒന്ന് കാണിച്ചു തരാം. അയ്യോ, അമ്മ ഇങ്ങനെ ഞങ്ങളെ സന്തോഷിപ്പിക്കല്ലേ. ഞങ്ങള് സന്തോഷിച്ച് ചിലപ്പോ ആകാശത്തിലേക്കങ്ങ് പറന്ന് പൊങ്ങിപ്പോയാലോ? ഇതെങ്ങനെ സാധിക്കുന്നമ്മേ? ഞാൻ കാണിച്ചു തരാം. ആ ഒന്നേ എടാ, അടുത്തു. എടാ മോനെ നവീനെ, നമുക്ക് കാണാടാ. എടാ ആ 2 ഓ 3 മുത്തശ്ശി, ഒന്നിനു പുറകെ ഒന്നായി 3 സംഭവിച്ചു കഴിഞ്ഞാ ഉടനെ ഇറങ്ങണോന്നല്ലേ പറയാറ്? അങ്ങനെ ആര് പറഞ്ഞു? ആരോട് പറഞ്ഞു? അല്ല, വേറൊന്നുമല്ല. ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിഞ്ഞപ്പോ ഞാൻ അറിയാതെ പറഞ്ഞതാ, അത്രയേ ഉള്ളൂ. എങ്കിൽ പിന്നെ നമുക്ക് എല്ലാവർക്കും ഇറങ്ങിയാലോ? എന്റെ ജീവിതത്തിലെ എത്ര നിർണായകമായ ദിവസമാണെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്നിട്ട് ഈ മേക്കപ്പും ഈ ഡ്രസ്സൊക്കെ കണ്ടില്ലേ?